എന്തിനധികം വില നൽകണം? ഈ കട കണ്ടോ? ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാകുക. ഇത് കുത്താമ്പുള്ളിയിലുള്ള ശിവറാം എന്ന ടെക്സ്റ്റൈൽസ് ആണ്. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ കുത്താമ്പുള്ളിയിലേക്ക് വസ്ത്രങ്ങൾ കുറെ ഡ്രസ്സുകൾ മേടിക്കാൻ വന്നിരിക്കുകയാണ്. ഈ കടയിലേക്ക് സ്ഥിരം വരാനുള്ള കാരണമുണ്ട്. ഞങ്ങൾ ആദ്യമായി വന്ന സമയത്ത് ഞങ്ങൾ പല കടകളിലും കയറി ഇറങ്ങി അവസാനം തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ ഇതിന്റെ ഉടമസ്ഥൻ ഞങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് ഈ കടയിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി എന്ന് മറ്റ് കയറിയതാണ്. അവിടുന്ന് 4000 രൂപയുടെ സാധനം മേടിച്ച് തിരിച്ചു. അതിനുശേഷം സ്ഥിരമായിട്ട് ഈ കടയിൽ വന്നിട്ടാണ് വസ്ത്രങ്ങൾ മേടിക്കുന്നത്. ഇവിടെ ഇനി നമുക്ക് ഈ കടയുടെ ഉടമസ്ഥനായ വെങ്കട്ടരാമനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് കേരള സാരി, കേരള സെറ്റുമുണ്ടിന്റെ ഇത് മാത്രമാണ് നെയ്ത്ത് സാരിയുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് കളർ സാരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാഞ്ചീപുരം തന്നെ പോകണം. കാരണം വെച്ചാൽ ഇവിടെ നെയ്ത്ത് കളർ നെയ്യാനുള്ള ആൾക്കാർ ഇവിടെ ഇല്ല കൂടി പറയാം. കാരണം വെച്ചാൽ അതിനെണ്ണിനെ കുറച്ച് നല്ല തെളിച്ചം വേണം. അതായത് അത് തന്നെ ഇപ്പൊ ഈ കുട്ടിക്കാലം എന്ന് പറയില്ലേ, നമ്മുടെ ഈ കുട്ടിക്കാലം മുതൽ തന്നെ ഈ കളർ നൂലിൽ തന്നെ നെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര തന്നെ നമ്മള് ഈ വെള്ള നൂല് നെയ്ത ചെറിയ പയ്യന്മാർക്ക് തന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതൊന്നും നമ്മൾ വെച്ചാൽ തമിഴ്നാട് ബേസ് വെച്ചത് കാഞ്ചീപുരത്ത് നമുക്ക് കുറച്ച് തറികളുണ്ട്. ആ നമ്മുടെ സ്വന്തം തറികളിൽ നിന്ന് നിർമ്മിക്കുന്ന സാരികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ സെറ്റ് ഇതൊക്കെയാണ് അത് തെറ്റാണ്, 100% തെറ്റാണ്. കാരണം വെച്ചാൽ അതിനുള്ളൊരു ബ്രാൻഡഡ് ഉണ്ട്. കോട്ടൺ സാരി എന്ന് പറഞ്ഞാൽ കളർ കോട്ടൺ സാരി നെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. കാഞ്ചീപുരത്ത് മാത്രം കാഞ്ചീപുരം സാരി നെയ്യാനുള്ള ചില സ്ഥലങ്ങളുണ്ട്. സോഫ്റ്റ് സിൽക്ക് മാത്രം നെയ്യാനായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഇത് എല്ലാം തമിഴ്നാട്ടിലാണ് ഉള്ളത് ആക്ച്വലി. പിന്നെ നമ്മളുടെ ഈ കാസ്റ്റിലാണ് നമ്മളിപ്പോ ഇവിടെ നിൽക്കാൻ കാരണം. കാസ്റ്റ് മീൻ ദേവാംഗ. അതെ, നമ്മൾ ദേവാംഗ ചെട്ടിയാരാണ്. കുലത്തൊഴിൽ വന്നിട്ട് നെയ്ത്താണ്. ഇവിടെ എല്ലാവരും ഈ കാസ്റ്റിൽ വിട്ടവരാണ്. എല്ലാം ഈ ദേവാംഗ കാസ്റ്റാണത്. മുഴുവനും ദേവാംഗയാണ്. തമിഴ്നാടാണ് ശരിക്കും? അല്ല, ഇല്ല. ഇത് നമ്മൾ കർണാടകയിൽ നിന്നും ഇവിടേക്ക് വന്നതാണ്. നമ്മൾ അതൊരു 10-400 വർഷം മുന്നെയാണ്. 100% ഇതാണ് ഏട്ടൻ പറഞ്ഞാണ് ശരി. പിന്നെ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് കന്നഡം തന്നെയാണ്. അതെ, അതിപ്പോഴും സംസാരിക്കില്ല. ഇപ്പോഴും ഇവിടെ സംസാരിക്കുന്നത് കന്നഡം തന്നെയാണ്. ലിപിയില്ല. എന്നാൽ മാംഗ്ലൂരിന്റെ അതന്നെ. എന്നാൽ ഞാൻ പഠിച്ചത് വളർന്നത് നമ്മളെല്ലാം തന്നെ മലയാളം തന്നെയാണ്. അതിന് 4 തലമുറ ശേഷമാണല്ലോ കൂടുതൽ. ഇവിടെ എല്ലാവരും തന്നെ മറ്റേ മലയാളമാണ് ഇവിടെ എല്ലാം. നമ്മുടെ പഠിപ്പും എല്ലാം മലയാളമാണ്. വീട്ടിൽ സംസാരിക്കുന്നത് മാത്രം കന്നഡ. നാട്ടിലും ഈ കുത്താമ്പുള്ളി മൊത്തം നമ്മൾ അധികം സംസാരിക്കുന്നത് കന്നഡ. അപ്പൊ നമുക്ക് അകത്ത് കയറി കണ്ടാലോ? ഓ ആയിക്കോട്ടെ, ഒന്നോളൂ. നമ്മൾ ആദ്യം തന്നെ കണ്ടത് വെഡ്ഡിംഗ് സാരി കളക്ഷൻസ് ആണ്, അതും കാഞ്ചീപുരം. ഈ കാഞ്ചീപുരം സാരികൾ തുടങ്ങുന്നത് സ്റ്റാർട്ടിങ്ങിൽ 1550 മുതൽ 40,000 രൂപ വരെയുള്ള സാരികളുണ്ട്. ഇഷ്ടമുള്ള സാരികൾ നമുക്ക് വില കുറവിൽ ഇവിടെ നിന്ന് വെഡ്ഡിങ്ങിനായിട്ട് ലഭിക്കുന്നതാണ്. 1550 മുതൽ 40,000 രൂപ വരെയുള്ള കാഞ്ചീപുരം സാരികൾ ഇവിടെ ലഭിക്കും. മറ്റു കടകളിൽ നിന്ന് വളരെ വിലയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. വളരെ വില കുറവിലാണ് ഇവിടെ കൊടുക്കുന്നതാണ് അതിന്റെ ഓണറിന് നമ്മളോട് താഴ്ത്തുനിന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത സെക്ഷൻ കാണാം. അടുത്ത് നമ്മൾ പോയത് സെറ്റ് സാരി വിഭാഗത്തിലായിട്ടാണ്. ഈ കാണുന്നത് സെറ്റ് വിവിധ തരം കളറിലുള്ള സെറ്റ് സാരികളാണ്. ഇവിടെ വില വരുന്നത് 390 മുതൽ 4000 രൂപ വരെയുള്ള സെറ്റ് സാരികൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇഷ്ടമുള്ള സെറ്റ് സാരികൾ വിവിധ കളറിലും വിവിധ കളക്ഷനുകളും ഇവിടെ നിന്ന് ലഭിക്കും. അത്രയധികം കളക്ഷൻസ് ഈ സെറ്റ് സാരി വിഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഓണത്തിനോട് ഭയങ്കര തിരക്കായിരുന്നു. അതോടുകൂടി പല കളക്ഷൻസും അവസാനിച്ചിരിക്കുകയാണ്. ഇനി പുതിയ കളക്ഷൻസ് വന്നിട്ട് വേണമെന്ന് ഇവർ പറഞ്ഞത്. അതോടുകൂടി പുതിയ ട്രെൻഡുകൾ ഇവിടെ എത്തുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്ത സെറ്റ് മുണ്ട് വിഭാഗത്തിലേക്കാണ് വന്നത്. പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സ്റ്റാഫ് വളരെ കുറവാണ്. അപ്പോൾ സെറ്റ് മുണ്ടിന്റെ വിഭാഗത്തിലെ വിലകളെ പറ്റി നമുക്ക് കൂടുതലായി അറിയാൻ സാധിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യം കണ്ട ബിൽഡിങ്ങില് സെറ്റ് സാരി, സെറ്റ് മുണ്ട്, പിന്നെ മുകളിൽ കോട്ടൺ കാഞ്ചീപുരം സാരി വെഡിങ് കളക്ഷൻ ആണ് ആ ഭാഗം മുഴുവൻ. പിന്നെ പട്ടുപാവാട, ദാവണി, അതൊക്കെ. ഇത് അതിന്റെ വേറൊരു സെക്ഷനാണ്. ഈ സെക്ഷനില് കോട്ടൺ സാരികളുണ്ട്, സാധാരണ സാരികള്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറെ സാരികളുണ്ട് ഇവിടെ. ഈ സെക്ഷൻ മുഴുവൻ സാരികളാണ്. സെമി സിൽക്ക് തൊട്ടിട്ട് കോട്ടൺ സിൽക്ക് വല്ല സാരികളാണ് ഈ സെക്ഷനിലുള്ളത്. 250 സ്റ്റാർട്ടിങ്,
1400 വരെയാണ് ഈ സെക്ഷനിലെ സാരികളുടെ വില. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സാരി എന്ന് പറയുന്നത് സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ സാരിയാണ്. ഏകദേശം ഒരു വില 1050-നുള്ളിലാണ് ഈ സാരിയുടെ വില വരുന്നത്. പിന്നെ നമ്മൾ സാരിക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10% ഈ സാരിയുടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. 10% മുതലാണ് ഇവിടെ ഡിസ്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്ന സാരിയും ആ ടൈപ്പ് സാരി തന്നെയാണ്. പിന്നെ ഈ പച്ച കളർ സാരിക്ക് 800 സംതിങ് ആണ് വില വരുന്നത്. നമ്മളിപ്പൊ കാണുന്ന സാരി എന്ന് പറയുന്നത് കോട്ടൺ ആണ് സാരി. ആ സാരിയുടെ റേറ്റ് 1000 സംതിങ് ആണ്, 1060. ആ ഒരു റേറ്റ് ആണ് ഈ കോട്ടൺ സാരിക്ക് വരുന്നത്. അതില് ഡിസ്കൗണ്ടും ഉണ്ടാവും ട്ടോ. ഈ ടൈപ്പ് സാരികളുടെ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് 500 സംതിങ് ആണ് ട്ടോ. 500, 600, 900 പല റേറ്റിന്റെ സാരികള് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ട്ടോ. നമ്മൾ ഇപ്പൊ കാണുന്നത് കോട്ടൺ സിൽക്ക് സാരികളാണ്. അതിന് ഈ കാണുന്നതിന് 990 ആണ് വരുന്നത്. എല്ലാത്തിനും 10% ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഹാൻഡ്ലൂംസിൽ വരുന്ന സാരികൾ കാണാം. സാരികൾക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഹാൻഡ്ലൂം ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നല്ല നമുക്ക് ഇപ്പോൾ ചൂടുകാലത്തായാലും അത്ര ഉഷ്ണമൊന്നും തോന്നില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ ഇപ്പൊ കാണുന്നതിന് ഏകദേശം ഒരു 3000-ന്റെ അടുത്താണ് റേറ്റ് വരുന്നത്. 2370. ഇതിലും ഡിസ്കൗണ്ട്. അപ്പൊ റേറ്റ് കൂടുമ്പോ ഡിസ്കൗണ്ട് കൂടുമോ? അങ്ങനെയല്ല, എല്ലാത്തിലും നോർമൽ ഡിസ്കൗണ്ട് ആണ്. 10% ആണ് നമ്മൾ എല്ലാത്തിലും ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഉള്ള പ്രൈസിൽ റീറ്റെയിൽ പ്രൈസിൽ നമ്മൾ 10% ഡിസ്കൗണ്ട് കൂടി ലെസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് എല്ലാ ഐറ്റംസിനും. ഇത് ഓണം പ്രമാണിച്ചിട്ടാ? അല്ലല്ല, എല്ലാ ദിവസവും ഉണ്ടാവും. എപ്പോഴും നമുക്ക് 10% ഡിസ്കൗണ്ട് എല്ലാ ദിവസവും. പിന്നെ മെറ്റീരിയൽസ് ഉണ്ടാവും. ബ്ലൗസിന്റെ മെറ്റീരിയൽസ് ഉണ്ട്. റണ്ണിങ് അല്ലേ ചോദിക്കണം. പിന്നെ സാരി പാവാട അങ്ങനത്തെ അതൊക്കെ ഉണ്ട്. അണ്ടർ ഗാർമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ റേറ്റ് വരുന്നത് ഇവിടെ 110 മുതൽ ഒരു പാവാട 15 ആ ഒരു റേഞ്ചിലൊക്കെ. ഇത് 105, 10, 15 അങ്ങനത്തെ ഒരു റേറ്റ് വരുന്നത്. ഷേപ്പർ ഉണ്ട്, ഫിഷ് കട്ട്, ഷേപ്പർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ അവിടെ. എല്ലാ പിന്നെ സെറ്റ് കൊണ്ട് സെറ്റ് സാരി ഒക്കെ മോളില്ല. സാരി അവിടെ നമ്മൾ സെക്ഷനിൽ ഓണം ഇപ്പൊ തിരക്ക് കഴിഞ്ഞപ്പോ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഓണത്തിന്റെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കാനുള്ള ഐറ്റംസ്. ക്ഷീണം മാറിയിട്ടല്ലേ? സ്റ്റോക്കൊക്കെ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. അന്ന് അത്ര രാവിലെ തുടങ്ങി വൈകിട്ട് വരെ എല്ലാ ദിവസവും ഉണ്ടാവില്ലേ? നല്ല തിരക്കുണ്ടാവില്ലേ? ഇന്നത് ഞാൻ ശ്വാസം വിടാൻ നേരം ഉണ്ടാവില്ല അല്ലേ? സാധാരണ നമുക്ക് 6:45 വരെ ഷോപ്പ് ഉണ്ടാവുള്ളൂ. അല്ല 5:45 വരെ സ്റ്റാഫുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുവരെ ഷോപ്പ് ഉണ്ടാവുള്ളൂ. നമ്മള് ഒരുവിധം ഷോപ്പുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഗ്രാമല്ലേ, പിന്നെ ബസ് കിട്ടാനും സ്റ്റാഫുകളൊക്കെ ആ സമയത്ത് പോകും. ബസ്സിന്റെ ഇത് വെച്ചിട്ട് അത് കഴിഞ്ഞ് സ്റ്റാഫുകൾ തന്നെ ഷോപ്പ് അടച്ചിട്ട് പോകും. അങ്ങനെയാണ് പതിവ്. പക്ഷെ ആ സമയത്ത് നമ്മള് തിരക്കുണ്ടാവും. അതനുസരിച്ച് തന്നെ എല്ലാവരും വിൽക്കുകയാണ് ചെയ്യുന്നുണ്ട്. ഓണത്തിന്റെ തലേ ദിവസം വരെ ഉണ്ടായിരുന്നു. ഉത്രാട ദിവസം നമ്മള് ലീവായിരുന്നു. ഷോപ്പിന്റേതായിട്ടുള്ള ഞങ്ങളെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നു. ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ചതയം ദിവസം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഇത് എന്തൊക്കെയാ മുടക്കുള്ളത്? ഏത് ദിവസങ്ങളിലേക്ക് മുടക്ക്? ഇവിടെ മുടക്കൊന്നുമില്ല. എല്ലാ ദിവസവും ഉണ്ട്. സാറ്റർഡേ സൺഡേ ഫുൾ ഡേ ഉണ്ട്. പിന്നെ എല്ലാ പബ്ലിക് ഹോളിഡേസിനും ഇവിടെ ഉണ്ടാവൂല? ഉണ്ടാവും. നമുക്ക് ആകെ ലീവ് വരുന്നത് നമുക്ക് അടുത്തായിട്ട് തന്നെ പൂജ ഹോളിഡേ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ലീവ് ആയിരിക്കും ഉണ്ടാവുക. പൂജ ഹോളിഡേസ് വരും നവരാത്രി. അതിന്റെ സമയത്ത് നമുക്ക് 2 ദിവസം അവിടെ കറികളൊന്നും ചെയ്യില്ല. പിന്നെ പൂജ വെക്കുവാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഇവിടെ വേറൊരു ഇവിടെ അടുത്തൊരു ടെമ്പിൾ ഉണ്ട്. അപ്പൊ അവിടെ കഴിഞ്ഞ ഇതിലുണ്ടായിരുന്നു. അവിടത്തെ ഒരു 2-3 ദിവസം ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ കുത്താമ്പള്ളി ഏരിയയിൽ ഒരുവിധം കടകളൊക്കെ, ഒരുവിധം എല്ലാ കടകളൊന്നും ഉണ്ടാവില്ല. അതിന് മാത്രമേ ലീവ് ആയിട്ടുള്ളൂ. ബാക്കി ദിവസങ്ങളിലൊക്കെ നമുക്ക് അതേ സമയത്ത് പിന്നെ അത് കഴിഞ്ഞു പോയി. അല്ല എല്ലാവരും ചിലപ്പോ അറിയാണ്ടൊക്കെ വരും ആൾക്കാര്. നമ്മളിത് ഇൻഫോം ചെയ്യും. ചാനലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൊറേയൊക്കെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉള്ളത് കൊണ്ട് കൊറേയൊക്കെ ദൂരെയുള്ളവർക്കാണെങ്കിലും ഓക്കെ. വണ്ടിയൊക്കെ വിളിച്ച് വന്നിട്ട് പിന്നെ നമ്മളപ്പോ കൊറേ പേര് നമ്മളെ വിളിച്ചിട്ട് വരുന്നവരുണ്ടാവും. പിന്നെ ചിലർ ആദ്യമായിട്ട് വരുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ യൂട്യൂബ് ചാനലാണെങ്കിലും ചെയ്യുന്നുണ്ട്. FB അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം ഒക്കെ നമ്മളിപ്പോ പോസ്റ്റുകൾ മുൻപൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത്യാവശ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണോണ്ട് തന്നെ
കസ്റ്റമേഴ്സിന് കുറെ പേർക്ക് അറിയാം. നമ്മൾ ഓൺലൈൻ നമ്പേഴ്സ് നമ്മൾ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് വിളിച്ചു ചോദിച്ചിട്ടാണ് ദൂരെയുള്ളവരൊക്കെ എങ്ങനെയാണെങ്കിലും വരാറ്, വഴി ചോദിക്കാനും ഒക്കെ ആണെങ്കിലും. അപ്പൊ പിന്നെ കുറെ പേർക്ക് ഓക്കെയാവുന്ന തീർച്ചയായിരിക്കും. അല്ലാതെ തീരെ അറിയാത്തവരെ വന്നിട്ട് തിരിച്ചു പോകും. സ്റ്റാർട്ടിങ് എത്രയാ? 160 രൂപ. 150 രൂപ മുതൽ 150 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണല്ലേ? പിന്നെ നമുക്കിവിടെ മെറ്റീരിയൽസ്, ഇത് സ്റ്റിച്ചിങ് അല്ല, മെറ്റീരിയൽസ് ഉണ്ടാവും. 215 300 മെറ്റീരിയൽസ് വരുന്നത്. ഇത് എത്ര ലാസ്റ്റ് പ്രൈസ് എത്രയാണ്? മെറ്റീരിയൽ 1000 രൂപ റേഞ്ച് സംതിങ് വരെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. 1000-2000 ഉള്ളിലുണ്ടായിരുന്നു. അത്രയും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കണത്. പിന്നെ സ്റ്റിച്ചിങ് ഐറ്റംസ് ആണെങ്കിലും ഇതേപോലെ തന്നെ ഒരു 1000 റേഞ്ചിൽ 99 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പാർട്ടി വെയേഴ്സ്, നോർമൽസ് ഒക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ടൈപ്പൊക്കെ. എല്ലാ ഐറ്റംസും എടുത്ത് പോവാല്ലോ ഇവിടെ വന്നില്ലെങ്കിൽ. കല്യാണത്തിന്റെ വെഡിങ് പർച്ചേസിന്റെ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് കല്യാണ സാരിയിൽ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ, കാഞ്ചീപുരം സാരിയിൽ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് സെക്ഷൻ ഫ്രണ്ടിത്തെ സെക്ഷനാണ്. അതായത് നമ്മള് വീട്ടിൽ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ് ഐറ്റംസ്, താഴത്തെ ചവിട്ടി വരെയുള്ള ഐറ്റംസ് ഉണ്ടാവും. സെറ്റി കവർ, ടവല് എല്ലാതും ഉണ്ട്. ലാസ്റ്റ് പീസ് ടവൽ എന്ന് വേണമെങ്കിൽ പറയാം. കർച്ചീഫ് ലാസ്റ്റ്, അവിടെ വരെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാവും നമുക്ക്. അപ്പൊ ഇവിടേക്ക് വന്ന എല്ലാ സാധനവും എല്ലാ സാധനവും പർച്ചേസ്. അല്ല പണ്ടത്തെ പോലെ അണ്ടർ ഗാർമെന്റ്സ് വേറെ അങ്ങനെ എല്ലാതും ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ആദ്യം ഉണ്ടായിരുന്നില്ല അല്ല പണ്ടൊന്നും ഇത്രയ്ക്കങ്ങനെ ഉണ്ടായിരുന്നില്ല തോന്നുന്നല്ലേ? ഇപ്പോഴാണ് കുറച്ചും കൂടി. കുത്താമ്പുള്ളി എന്ന് പറയുമ്പോ ഫസ്റ്റ് ഉണ്ടായിരുന്നത് സെറ്റും കൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസിനാണ് കൂടുതൽ. അല്ലെങ്കിലും ഇപ്പോഴും അത് തന്നെയാണ് ഹൈപ്പ് കൂടുതൽ. ഹൈലൈറ്റ് അത് തന്നെയാണ്. പിന്നെയാണ് കാഞ്ചീപുരം നമുക്ക് സാരി ഐറ്റംസ് ഒക്കെ ചെയ്തു തുടങ്ങി, തറിയിലൊക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷം നമുക്ക് കുത്താമ്പുള്ളിയിൽ കൂടുതൽ അതിനുള്ള റീച്ച് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടോ. നെയ്ത്തിന്റെ ഐറ്റംസ് ആണ് കൂടുതൽ, നെയ്ത്തുകാരാണ് ഇവിടെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിലായിരിക്കും കൂടുതൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ജോലിക്കാരും ടീച്ചേഴ്സ്, എംപ്ലോയീസ് ഒക്കെ കോട്ടൺ സാരികളൊക്കെ എടുക്കാൻ നന്നായി വരും. അവരൊക്കെ വരുമ്പോ എടുക്കുമ്പോ നന്നായി എടുത്തു പോകും. ഞങ്ങളവിടെ അടുത്തൊരു ചേച്ചിയാണ് വാട്ടർ അതിർത്തിയിലാണ്. അപ്പൊ നമുക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ ഒരു പ്രാവശ്യം നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, ഷോപ്പിൽ ഒരു പ്രാവശ്യം വന്ന് വിസിറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഓൺലൈനിലാണെങ്കിൽ ശരി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് പറയുന്നുണ്ട് ഷോപ്പിൽ വന്നിട്ട് വിസിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു ഡിഫറൻസ് എന്തായാലും മനസ്സിലാവും മറ്റുള്ള ഷോപ്പുകളിലെ വെച്ചിട്ട്. അല്ലെങ്കിൽ പുറമേ ഉള്ള ഇവിടത്തേന്നല്ല, തമിഴിന്നല്ല, പുറത്തെ സെക്ഷനിൽ നിന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ പുറമേ ഉള്ള ഷോപ്പുകളിൽ കൊടുക്കണേക്കാട്ടും എന്തുകൊണ്ടും റീസണബിൾ പ്രൈസിനായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവും. നമുക്കറിയാണ്ട് നമ്മള് ഒരുപാട് റീസെയിലേഴ്സ് ആണെങ്കിലും ഷോപ്പിലേക്കുള്ള ഓർഡറുകളാണെങ്കിലും നമുക്ക് നിറയെ പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലാവും. ബൾക്കായിട്ടുള്ള ഓർഡറുകൾ കൊടുക്കുന്നുണ്ട്. റീസെയിലേഴ്സിനൊക്കെ ഉള്ള ഓർഡറുകളും ഷോപ്പിലേക്കുള്ള ഓർഡറുകളൊക്കെ നമുക്ക് നിറയെ പോകുന്നുണ്ട്. അപ്പൊ അതിന് കുറച്ച് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാം. റീസെയിലേഴ്സിന് നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസ് വേറെയാണ്. ബൾക്കായി പോണ ബൾക്കായിട്ട് പോകണം. ഞങ്ങളുടെ ഇവിടെ പാവർട്ടി വാങ്ങണേ, അവിടെ കടകളിലൊക്കെ ഉണ്ട്. കുത്താമ്പുള്ളി, ശിവറാമൻ ടെക്സ്. ഞങ്ങൾ പണ്ട് 6 കൊല്ലം മുന്നേ അവിടെ നിന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഫസ്റ്റ് വന്നിട്ട് അവിടെ നിന്നൊക്കെ എടുത്തു. ഫസ്റ്റ് കാണുന്ന കടയിൽ നിന്ന് അങ്ങനെ ചെറിയ കടയ്ക്കില്ല, അതിനെടുത്തിട്ട് ഇവിടെ പുഴ കാണാൻ വന്നതാണ്. അപ്പൊ ഒരു സാറ് ഒരു സാരി സെറ്റ് സാരിയും പിടിച്ചിട്ട് വണ്ടി തടഞ്ഞു, കാറ് ഞങ്ങൾ തടഞ്ഞു. നോക്കിയിട്ട് പോയി നമുക്ക് എടുക്കണ്ടെന്ന്. പക്ഷെ അന്ന് 4000 കൊണ്ട് സാരി എടുത്തിട്ട് പോയത്. സാറ് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങക്ക് തോന്നി നല്ല അതാണ് ഇവിടെ. പിന്നെ എവിടേക്കും കയറാറില്ല, ശരിക്കും ഇവിടെ ഞങ്ങൾ വരുമ്പോ പാവപ്പെരുവല്ലൂരിനെ പറയുന്നത് അറിയോ? അറിയാം. അപ്പൊ അത് പിന്നെ ഇവിടുത്തെ ഓണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരും. ഓണം കഴിഞ്ഞിട്ട് വരാൻ പറ്റില്ല, ആൾക്ക് ജോലിയുള്ളതാണ്. അത് വന്നു കഴിഞ്ഞാൽ കുറെ സാധനം എടുത്ത് പോയാൽ പിന്നെ തോല വരും. പക്ഷെ എല്ലാ സാധനവും ഈ മുണ്ടൊക്കെ ഇല്ലേ ഒക്കെ നല്ല ഇതില് തോർത്തും കൊണ്ട് അതിൽ എല്ലാതും ഒരു വർഷത്തേക്ക് പിന്നെ ഒരു വർഷത്തേക്ക് പിന്നെ എടുക്കില്ല. നല്ല വർക്കത്തുണ്ടെന്ന് പറയുന്നത്. അങ്ങനെയാണ്. കാരണം 5-6 വർഷമായിട്ട് ഇവിടെ എടുക്കാറ്. ചവിട്ടി ഒക്കെ എടുക്കും, തോർത്തും കൊണ്ടും പാൻറ്റും ഒക്കെ എടുക്കും. അങ്ങനെ വേറെ കടകളിലേക്ക് അങ്ങനെ പോക്കില്ല. അങ്ങനെ അപൂർവം വല്ല കല്യാണ ഫംഗ്ഷനൊക്കെ ആകുമ്പോ പോകുന്ന 2 പാൻറ്റും കൂടി വരെയിട്ട് നല്ല രാവിലേക്ക് പോവല്ലോ, അങ്ങനെ പോക്കല്ല. ഒക്കെ ഇവിടെ നിന്ന് എടുക്കാറാണ്.
ഞങ്ങള് ഓണം കഴിഞ്ഞ് 2 ഓണം 3 ഓണം ഒക്കെ ഇല്ല ആ സമയമില്ല. അപ്പൊ വരുമ്പോ അങ്ങനെ 2 പ്രാവശ്യം വന്നു. അപ്പൊ ഭയങ്കര വലിച്ചിട്ട് ആരും സ്റ്റാഫുകളൊന്നും ഇല്ലാണ്ട് ഭയങ്കര സമയം നമുക്ക് നല്ല തിരക്കുള്ള സമയത്ത് എത്ര സ്റ്റാഫ് ഉണ്ടെങ്കിലും നമുക്ക് പോരാ. നമുക്ക് അത്രയും പർച്ചേസിന് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ മൊത്തം മെസ്സായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. പിന്നെ അപ്പൊ ആദ്യം ഓർഡർ ഉണ്ടാവില്ല, ഡിസോർഡർ ആവും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെ ഇപ്പൊ ഒരു മാസം ആവാതെ ഇപ്പൊ വന്നത്. നിങ്ങളെ പറ്റിയ കാര്യമില്ല, ആകെ നിങ്ങൾക്ക് പറ്റില്ല. ഓരോ തിരക്കിനുള്ള ചിലവരെ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ മുൻപ് തന്നെ പർച്ചേസ് ചെയ്യാൻ തിരക്കിന്റെ വെച്ചിട്ട് നേരത്തെ കൂട്ടി വരുന്നവരുണ്ട്. പിന്നെ പറയും കളക്ഷൻസ് ചിലപ്പോ ആ സമയത്തായിരിക്കും സ്റ്റോക്ക് വരുന്നുണ്ട് പറഞ്ഞിട്ട് പറയുന്നുണ്ടാവും. അപ്പൊ ആ സമയത്ത് അതാണ് തിരക്ക് കൂടുതലായിട്ട് വരുന്നത്. പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമുക്ക് എല്ലാ ഐറ്റംസിനും എല്ലാം മൂവിങ് ആവുന്ന ഐറ്റംസ് ആണ്. ഒരു സാധനവും ഒരു മാസം പോലും ഇരിക്കുന്ന ഐറ്റംസ് ഇല്ല. ഒക്കെ അങ്ങനെ നമുക്ക് വേഗം വേഗം മൂവിങ് ആവുന്ന ഐറ്റംസ് ആണ് എല്ലാം. അപ്പൊ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഓൺലൈൻ പർച്ചേസ് ആണെങ്കിലും കസ്റ്റമേഴ്സിന് കുറെയൊക്കെ ഇപ്പൊ അത് എളുപ്പമായത് കൊണ്ട് തന്നെ ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്യണം. പക്ഷെ ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഇത് വേറെയാണ്. അതെ, പക്ഷെ എന്നാലും വരാൻ ദൂരെയുള്ളവർക്കൊക്കെ വരാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇപ്പൊ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊക്കെ ഓക്കെയാണ്, എളുപ്പമാണ്. ഇവിടെ നമുക്ക് ഓൺലൈൻ പർച്ചേസിങ് അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മെൻസ് വെയറിന്റെ സെക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പാൻസിനൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 545 മുതലാണ്. ഇവിടെ കിഡ്സിന്റെയും അതുപോലെ മെൻസ് വെയറും എല്ലാ ടൈപ്പ് ക്ലോത്ത്സ് ഇവിടെ അവൈലബിൾ ആണ്. 3/4 അങ്ങനത്തെ ഇല്ല, ഷോർട്സ് ആണ് അതിന്റെ പകരമായിട്ട് വരുന്നത്. ഇവിടെ ഷർട്ടുകൾക്കൊക്കെ 395 ആ ഒരു പ്രൈസിലൊക്കെയാണ് വില സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ഇവിടെ വെഡ്ഡിങ്ങിന്റെ മെൻസിനുള്ള വെഡ്ഡിങ് ഡ്രസ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊന്നിട്ടാ അജറക്കാത് ഇപ്പൊ ട്രെൻഡ് അല്ലേ? റീസെന്റ് ഇതിനാണ് കൂടുതൽ ഹൈപ്പ് ഉള്ളത്. അജ്രക്കനാണ് കൂടുതൽ ഡിമാൻഡ് വന്നിട്ടുള്ളത്. ഈ സമയത്ത് അജ്രക്ക് ടൈപ്പിന്റെ എല്ലാത്തിനും ഇത് കുർത്തയും ഉണ്ടായിട്ടുള്ള സെറ്റ്, ഷർട്ടും ഉണ്ടായിട്ടുള്ള സെറ്റ്. ഇതിന്റെ മെറ്റീരിയൽ കണ്ട് ചുരിദാറിന്റെ മെറ്റീരിയൽസ് ഉണ്ട് നമുക്ക് റണ്ണിങ് ഉണ്ട്. ഇതന്നെ സെയിം ഇതേ സെയിം ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. സ്റ്റോക്ക് വന്നത് നല്ല ഭംഗിയുടെ കാണാൻ. ഉണ്ട് അവിടെ ഉണ്ട്. അപ്പുറത്തെ സെക്ഷനിൽ നമുക്ക് റണ്ണിങ് ഉണ്ട്. ഇതിനൊക്കെ വരിക മീറ്ററിന്? മീറ്റർ നമ്മളിപ്പോ കൊടുക്കുന്നത് 90-നാണ്. 90-ന് കുറച്ചിട്ടുണ്ട്. നമ്മള് അവിടെ കണ്ടു, അത് ഇങ്ങനത്തെ 80 സെറ്റ് സാരിയുടെ സെക്ഷനില് പട്ടുപാവാട ഒക്കെയുള്ള ദാവണി ഐറ്റംസിൽ വരുന്നുണ്ട്. സെറ്റ് മുണ്ടില് വരുന്നുണ്ട്, സെറ്റ് സാരിയിൽ വരുന്നുണ്ട്. അതുപോലെ ടോപ്പിന്റെ ഷർട്ടിന്റെ ഇതിലൊക്കെ ഇപ്പൊ അജ്രക്കാണ് കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഓണത്തിന്റെ ടൈമിൽ നമുക്ക് അജ്രക്കാണ് നിറയെ പോയിട്ടുണ്ട്. നമുക്ക് അതുപോലെ കോംബോ ആയിട്ട് ഫാമിലിക്ക് വേണ്ടിട്ട് കോംബോ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മ കുട്ടികൾക്ക് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേപോലെ യൂണിഫോം ഓർഡറിന് വേണ്ടിട്ട് കോഡല്ലേ? അതെ, കോഡിന് വേണ്ടി. ഇത് നല്ലൊരു കളറാ മെറ്റീരിയൽ അല്ല കത്ത് ഇങ്ങനത്തെ മെറ്റീരിയൽ കണ്ടു. ഇപ്പൊ ഇത്ര സ്റ്റോക്ക് ഉള്ളു നമുക്ക് ഓണത്തിന്റെ ഇതില്. ഇതൊക്കെ ഷർട്ടുകളാ റെഡിമെയ്ഡാ? കുർത്തുണ്ട്, ഷർട്ടുകളും ഉണ്ട്. സെറ്റ് ആയിട്ട് ഇങ്ങനെ മുണ്ടും ഇതായിട്ട് വരുന്നത്. ഇത് കുട്ടികളുടെ മുണ്ടാ? അല്ല, ഈ ഷർട്ടിന് മുണ്ടിനും കൂടി 750 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. കുർത്തയാകുമ്പോ 720 കോംബോ ആയിട്ട് വരുന്നത്. ഷർട്ടും മുണ്ടും 750 അങ്ങനത്തെ റേഞ്ചിലാണ് നമുക്ക് കൊടുക്കുന്നത്. എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ നല്ലതാവൂലോ? നല്ല ഡിമാൻഡുള്ള ഐറ്റം ആയിരുന്നു. നമുക്ക് ഓണായിട്ട് നന്നായിട്ട് ചോദിക്കണം. ഇപ്പോഴും ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ നവരാത്രി ഉണ്ടാവൂല? ഇനിയിപ്പോ അതിനുണ്ടാവും. അപ്പോഴേക്കും നമ്മൾ പിന്നെ ഇത് പോരാ, നമുക്ക് കണ്ട ഓർഡറിനൊക്കെ തീരും. അപ്പൊ അപ്പോഴേക്കും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യണം. നമുക്ക് ഇതെന്തായാലും നല്ല വെറൈറ്റി ആയിട്ടില്ലേ? ഇങ്ങനത്തെ ഇതിലും ഉണ്ടാവില്ലേ കുട്ടികളുടെ? കുട്ടികളുടെ ഉണ്ടായിരുന്നു. ഈ ഷർട്ടിന് എത്ര തന്നെ? ഷർട്ട് മാത്രമായിട്ടല്ല, ഇത് കോംബോ ആയിട്ട് വരാനല്ലേ, രണ്ടും കൂടി വരുന്നത്. ഷർട്ട് മാത്രമായിട്ട് അല്ല, ഞാൻ ഇങ്ങനെ കിടക്കണപ്പോ ചോദിച്ചാൽ ഷർട്ട് മാത്രമാണോ എന്ന് ചോദിച്ചത്. ചിലത് ഷർട്ട് മാത്രമായിട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു അവർക്കുള്ളത്. പിന്നെ എന്തൊക്കെ ഇവിടെ അതുപോലെ കുർത്ത ടൈപ്പ് ഉണ്ടാവും. ഇത് ഇങ്ങനെ പ്രിന്റിന് ചോദിക്കാറുണ്ട് പലരും. പ്രിന്റ് ഇതേപോലെ സെറ്റ് ആയിട്ട് വരുന്നത്. ഇതെങ്ങനെയാ? അതിനെ പറ്റി വെച്ചാൽ പോവില്ല? അയൺ ബോക്സ് ഇതിൽ അയൺ ചെയ്യില്ല. ഇല്ല. ഇവിടെയും ഇല്ലില്ല, അത് പോവില്ല. മുമ്പിൽ ഇങ്ങനെ വരുന്നത്. ഇതൊക്കെ കുറച്ച് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. റീസെന്റ് അല്ല, കുറച്ച് നാളായി. പക്ഷേ ഇതിന് നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ്.
ഒരേപോലെ കോംബോ ആയിട്ട് ഇതും പിന്നെ ഇതുപോലെ ഓണത്തിന്റെ സെലിബ്രേഷൻ ഒക്കെ ആകുമ്പോ എല്ലാവരും ഇങ്ങനത്തെ സെലിബ്രേഷൻ ഒക്കെ വേണ്ടിട്ട് യൂണിഫോം ഓർഡർ ഒക്കെ ആയിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് കുർത്ത മുണ്ട് ഷർട്ട് മുണ്ട് സെറ്റ് ഒക്കെ നല്ല കളറാണ് ഷർട്ട് നല്ല കളറ് ഇതൊക്കെ ഇതല്ലേ സാധാരണ പ്ലെയിൻ ഉണ്ട് പ്ലെയിൻ പ്ലെയിൻ കുർത്ത പ്ലെയിൻ ഷർട്ടുകൾ പ്ലെയിൻ ഷർട്ടുകൾ ഇതിനൊക്കെ എത്ര വരില്ലേ കമ്പനി ഐറ്റങ്ങൾ ബോക്സ് ടൈപ്പിൽ അങ്ങനെ വരുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞ റേറ്റ് ഇതുകൂടി ഉണ്ടാക്കണതുണ്ടോ 470 ഉണ്ടാക്കണില്ലേ ഷർട്ട് ഷർട്ടും നമ്മൾ ഇവിടെ ചെയ്യുന്നതല്ല നമുക്ക് പുറത്ത് യൂണിറ്റുകളിൽ നമ്മൾ കൊണ്ടുവന്നു പുറത്തുനിന്ന് വരുന്ന ഐറ്റംസും ഉണ്ട് നമ്മൾ ചെയ്യുന്ന ഐറ്റംസും ഉണ്ട് സാരി ധോത്തി കളക്ഷൻ അങ്ങനത്തെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് ആണ് സാരി കൊണ്ട് അങ്ങോട്ട് അമ്മോക്കോട് ചെയ്യും ഇപ്പൊ സെറ്റ് സാരി പട്ടുപാവാട നമുക്ക് ഇവിടെ എല്ലാം പുറത്ത് നമുക്ക് അറിയുന്നത് ചെയ്തിട്ട് കൊണ്ടുവരുന്നതൊക്കെയാണ് ഇവിടെയാണെങ്കിൽ നമ്മൾ യൂണിറ്റുകളായിട്ട് ഇപ്പോൾ സ്റ്റിച്ചിങ് യൂണിറ്റുകളാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതുപോലെ ഓർഡറുകൾക്ക് പ്രിന്റിംഗ് സെക്ഷൻ അങ്ങനെ 2-3 സെക്ഷനായിട്ട് ചെയ്ത് വരുന്ന മുണ്ടായിട്ടൊക്കെ ആണെങ്കിലും ചെയ്ത് വരുന്നത് ഒരു സെക്ഷൻ അതുപോലെ പ്രിന്റിംഗുകാർക്ക് വേറൊരു സെക്ഷൻ സ്റ്റിച്ചിങ്ങിന്റെ ആണെങ്കിൽ വേറൊരു സെക്ഷൻ ഇതല്ലാണ്ട് വേറെ സ്റ്റാഫ് ജോലിക്കാര് കുറെ ഷോപ്പിന് പുറത്ത് നമുക്ക് വർക്കേഴ്സ് ഉണ്ട് ഒരുവിധം എല്ലാവരുടെയും യൂണിറ്റുകൾ അല്ല ഇതിവിടെ വെച്ചിട്ട് ഇതാ തോന്നുന്നു ഏറ്റവും വലിയ ഷോപ്പ് നമ്മള് വരണേര് വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെയല്ല ശിവറാമിന് ഒരുപാട് വർഷത്തെ പഴക്കം എന്താ പറയാ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ട് പണ്ട് മുതൽക്കേ ചെയ്തു തുടങ്ങിയിട്ടുള്ള നെയ്ത്തിലാണല്ലോ എല്ലാവരും ചെയ്തു തുടങ്ങിയിട്ടുള്ളത് അപ്പൊ കുറേതിലാണെങ്കിലും ഷോപ്പുകൾ ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ വീടുകളിൽ നിന്നാണ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സോ അവര് അത്രയും നാൾ മുൻപ് തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് പലരും ഷോപ്പായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല എല്ലാ വീടിന്റെയും മുന്നില് ചെറിയൊരു ഇതുണ്ട് നല്ലൊരു നെയ്ത്ത് ആയതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് അതായതുകൊണ്ട് നമ്മള് വരുമ്പോഴും എല്ലാം ഇങ്ങനെ വരുമ്പോ ഇവിടേക്കാന്ന് അറിയാലാണ് വേറെ വിളിക്കില്ല അപ്പൊ എല്ലാവരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഷോപ്പിലും ചേച്ചിമാരോ വാപ്പത്തിനും വിളിക്കുന്നുണ്ട് അതെ അത്രേ പറയുന്നുള്ളൂ എല്ലാവരും ഒന്ന് ജസ്റ്റ് ചെയ്ത് കണ്ടിട്ട് പോവുക എടുക്കണം എന്നല്ല എന്നാലും നോക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ടാവും ഈ പ്രിന്റില് സാരികൾ ഉണ്ടാവും സാരീസ് നിറയെ ഇപ്പൊ സ്റ്റോക്ക് കുറവാണ് നല്ല ഡിമാൻഡുള്ള ഐറ്റം വന്ന ഒരാഴ്ചക്കുള്ളിൽ തീരും ബാക്കി പ്രിന്റ് നമുക്ക് 820 850 ആ റേറ്റിലുണ്ടായിരുന്നു ഡിസ്കൗണ്ട് ഉണ്ടാവും എവിടെ ഇരിക്കുന്നത് അറിയില്ല എല്ലാ പീസ് ഉണ്ടെന്ന് അറിയില്ല ഞാൻ ഉണ്ടെങ്കിൽ കാണിച്ചു കസവിൽ 275 അതിൽ സിൽവറുണ്ട് റോസ് ഗോൾഡ് ഉണ്ട് കോപ്പർ ഉണ്ട് നല്ല പിന്നെ ടിഷ്യൂവിന്റെ ഉണ്ടോ ടിഷ്യൂല് നമുക്കുള്ളത് സാധാരണ ഈ ഐറ്റം 525 540 അത് പ്രിൻ്റാണ് അത് പ്രിൻ്റ് 800 രൂപ വരുന്നുണ്ട് പ്രിന്റ് എന്ന് പറയുമ്പോ ഇതാവും അല്ലേ ഈ പ്രിൻ്റ് ഇതാണ് 525 അങ്ങനെ 1.5 ഇത് സിംഗിൾ അല്ലേ ഡബിൾ 4 മീറ്റർ സ്റ്റിക്കർ വർക്കിന് സ്റ്റിക്കർ ആ പ്രിന്റിന്റെ വിലയാണ് വരുന്നത് അതേപോലെ ഇതിൽ പ്രിന്റ് വരുന്നുണ്ട് ഇതിൽ റേറ്റ് കുറഞ്ഞത് 355 ഗോൾഡൻ സിംഗിളിലില്ല ഗോൾഡനിൽ ഇതൊക്കെ ഡബിളാണെന്ന് മാത്രം അതെല്ലാം ഡബിളാണ് പ്രിന്റ് പ്ലെയിൻ ആയിട്ടില്ല ഏതില് സിംഗിൾ ഇതിലെ ഗോൾഡൻ കളർ ഇല്ലാന്ന് പറയാം സിംഗിളിലാ സിംഗിൾ ഇപ്പോൾ ഞാൻ കാണിച്ചല്ലേ നേരത്തെ 275 അത് സിംഗിളാണ് 2 മീറ്റർ ഇത് മെറ്റീരിയൽ വ്യത്യാസമുണ്ട് മെറ്റീരിയൽ ചെറിയൊരു പോളിസ്റ്റർ മിക്സ് വരും പിന്നെ വെള്ളമുണ്ട് വൈറ്റ് അതെല്ലാം സിംഗിളാണ് നമുക്ക് അവിടെ ഉണ്ട് ഡബിൾ ആണെങ്കിൽ 275 സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് 275 ഈ ഐറ്റാണ് ഇത് 275 ഡബിൾ നല്ല മുണ്ടാണ് നമുക്ക് ചെറിയൊരു മിക്സ് വരുന്നുണ്ട് പിന്നെ അത് വിട്ടാൽ നമുക്ക് പോളിസ്റ്റർ ഇല്ലാത്ത ഫുൾ കോട്ടൺ 450 ഡിസ്കൗണ്ട് തരും ഇത് പിന്നെ ടിഷ്യൂ ഉണ്ട് അല്ലേ ഏതാ ഇത് സിൽവർ 300 ഇത് 300 അതിൽ ഗോൾഡ് ഉണ്ട് ഇതാ 300 ഡിസ്കൗണ്ട് വെച്ചാൽ 270 വരും ഇതിനിപ്പോൾ 300 ഉള്ളത് 270 വരും ഡിസ്കൗണ്ട് വെച്ചാൽ പിന്നെ അതിൽ ഫുൾ കോട്ടൺ എന്ന് പറയുമ്പോൾ 400
90, 500 വരുന്നുണ്ട്. ഇതായത് ഇതെല്ലാം ഫുൾ കോട്ടൺ ആണ്. ഫുൾ കോട്ടണല്ല. ഏത് വേണമെങ്കിൽ ഉണ്ട് അല്ലേ? ഏത് വേണമെങ്കിൽ നമുക്ക് ആയിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ ഗോൾഡ് ലൈന് വരുന്നുണ്ട്, 510 വരുന്നുണ്ട്. അതിൽ ഗോൾഡ് വെറും ഗോൾഡ് 500 വരുന്നുണ്ട്. ഇതിനൊക്കെ ഡിസ്കൗണ്ട് ഇല്ലേ? ഡിസ്കൗണ്ട് ഉണ്ട്, എല്ലാവരും 10% ഡിസ്കൗണ്ട്. പിന്നെ അതിൽ സിൽവറിൽ അങ്ങനെ ലൈന് വരുന്നുണ്ട്, 510 വരുന്നുണ്ട്. 510. അതിൽ 51 രൂപ ഡിസ്കൗണ്ട് വരും. ഇതെല്ലാം ഫുൾ കോട്ടൺ. ഫുൾ കോട്ടൺ. ഇതൊക്കെ എന്നിട്ട് ഇതേപോലെ ഇതിന് തന്നെയാവും അല്ലേ? അത് ഓഫ് ആയിട്ട് അത് തന്നെയാണ്. 275 സ്റ്റാർട്ടിങ്. കാവിയുടെ സെക്ഷൻ അല്ലേ? അതെ. സെറ്റുമുണ്ട്, കാവിമുണ്ട്, പിന്നെ വെള്ളമുണ്ട്, കോടി കളർ മുണ്ടില്ല ഇവിടെ? കോടി കളർ നമുക്ക് അപ്പുറത്താണ്. ധോത്തി സെക്ഷൻ വേറെയാണ്. കോടി കളർ മുണ്ടുകൾ, ഡബിൾ മുണ്ട്. ഇവിടെ സിംഗിൾ ആയിട്ട് മുണ്ടുകൾ, കാവി, അതുപോലെ നമുക്ക് ഷർട്ട് ബിറ്റുകൾ, ഖാദി ഐറ്റംസ്, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ കോട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും, ടവൽസ് അങ്ങനത്തെ. ലൈറ്റ് കളർ മുണ്ടാണ് ചേച്ചി നേരത്തെ എടുത്തത്. നല്ല മുണ്ടാണ്. ഇതിന് 200. അതിന് വരുന്നത് ചേച്ചി നേരത്തെ എടുത്തത് 115. പിന്നെ ഈ കളർ വരുന്നത് 115. ഇതല്ല നമ്മളെടുത്തത്? അല്ലല്ല, ആ കളറാണ് എടുത്തേക്കണം ചേച്ചി. ഇതിന് 115 തന്നെ? 115. അത് ഇതോ ഒരേ തന്നെയാ? ഒരേ തുണിയാണ്, ഗാദിയുടെ തുണി തന്നെയാണ്. കളർ വ്യത്യാസം മാത്രമേ. അത് ലൈറ്റ് കളറിന് ഇത് ഡാർക്കാണ്, അത്ര വ്യത്യാസം മാത്രമേ. പിന്നെ ഇവിടെ മറ്റേ ഷർട്ടുകളുണ്ട് അല്ലേ? ഷർട്ട് പീസ് റെഡിമെയ്ഡുണ്ട്, മെറ്റീരിയലുണ്ട് അല്ലേ? ഇതിന് റണ്ണിങ് ആയിട്ടുണ്ടാവും, കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ. അല്ലെങ്കിൽ കട്ട് പീസ് ആയിട്ട് ഇതുപോലെ നമുക്ക് വന്നിട്ടുണ്ടാവും. കോട്ടൺ, സിൽക്ക്, അതുപോലെ പ്രിന്റ് ടൈപ്പ്. പിന്നെ ചിക്ക് മുകളത്തെയാണോ? മുകളത്ത് തോർത്തുമുണ്ട്, കോടി തോർത്തുമുണ്ട്. നമ്മൾ നേരത്തെ വലുതെടുത്തത് അല്ലേ? എണ്ണത്തോർത്ത് ഇതിന്റെ വലുത്. ഇതിന്റെ വലുത് അല്ലേ? ഇതാണ് തോർത്തുമുണ്ട് വരുന്നത്. അതിന്റെ വലുത് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അമ്പലത്തിന് നമ്പൂതിരിമാര് എടുക്കില്ലേ, അങ്ങനത്തെ തോർത്തുമുണ്ട്. വലുത്, ഏറ്റവും വലുത്. ഇതിനകത്ത് പ്രൈസ് വരുന്നത് 70. 70 രൂപ അല്ലേ? വലിയ തോർത്തുമുണ്ടാണ്. അതന്നെ നമ്മള് മുണ്ടായിട്ട് അവരൊക്കെ മുണ്ട് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ തോർത്തുമുണ്ട്. ഇത് നമ്പൂതിരിമാർക്ക് കൊടുക്കണം. ഈ ഒറ്റൊരു തോർത്തുമുണ്ട് മതി. ഇതിൽ 4 ഉണ്ട്. അതന്നെ, ഇതിൽ 4 എണ്ണുണ്ട്. ഇതിൽ ഈ ഒറ്റ മതിയാവും. പിന്നെ ഇത് കഴുകുമ്പോ നടക്കും, നല്ല മുണ്ടാണ്. 70 എന്ന് പറയുമ്പോ കുറവാണ്. ഡിസ്കൗണ്ട് ഇല്ലാത്ത ഐറ്റംസ് ഇതിന് മാത്രമേ ഉള്ളൂ. ബാക്കി വന്നിട്ട് ഇന്നേഴ്സിന്, അതുപോലെ തന്നെ ഈ കട്ട് പീസുകൾ നമ്മൾ റണ്ണിങ് എടുക്കുമല്ലോ, അത് നമുക്ക് പിന്നെ ഡിസ്കൗണ്ട് ചെയ്യാനില്ല. അതുകൊണ്ട് ഐറ്റംസിലൊന്നും നമുക്ക് ഡിസ്കൗണ്ട് ഇല്ലാത്തത്. തോർത്ത് ഒക്കെ ചെറിയ പൈസയിലല്ലേ വരുന്നത്. തോർത്ത് വരുന്നത് നമുക്ക് 20 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് 20 രൂപ. ഇത് 20 രൂപ. ഇതാണ് 20 രൂപയുടെ തോർത്തുമുണ്ട്. പിന്നെ വരുന്നത് 29. ഇതാണ് 29 രൂപയുടെ തോർത്തുമുണ്ട്. പിന്നെ അതിനനുസരിച്ച് റേറ്റ് കൂടും. ഇനി 32, 35. അത്യാവശ്യം വലിപ്പമുള്ള നോക്കുന്നേ, നല്ല വലിപ്പം. നല്ല വലുപ്പമുണ്ട്. പിന്നെ നമ്മള് അത് 40. 36. 36 ഉണ്ട്, 40 ഉണ്ട്. നമ്മുടെ അടുത്തത് 40-ൻ്റെയാണ്. പിന്നെ ഈ കള്ളിമുണ്ടുകള് അതൊക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ ഷർട്ട് മെറ്റീരിയൽ ആവും അല്ലേ? മെറ്റീരിയൽ ഇവിടെ ട്രെൻഡ് ആവൂലേ ഇങ്ങനെ കളർ മുണ്ടുകള്? ഈ പൂരത്തിന്റെ ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോണായിട്ട് എന്താണ് ഡ്രസ് കോഡിനൊക്കെ വേണ്ടിയിട്ട് പച്ച ചോപ്പ് അങ്ങനെയൊക്കെ പോണത് പൂരം സീസണിലൊക്കെ നിറയെ പോകും. അല്ലെങ്കിൽ കാവി മുണ്ടിന് ഡിമാൻഡ് അല്ലേ എല്ലാവരും ഡെയിലി യൂസിന് വേണ്ടിട്ട് കൊണ്ടുവന്ന ഐറ്റാണല്ലോ. പിന്നെ എവിടേക്ക് എടുത്ത് പോവാം കാവി, അതാണ് അതിൻ്റെ ഒരു ഇത്. കാവി നല്ല മുണ്ടളത്. പിന്നെ എന്തിട്ട് ഇവിടെ ഉള്ളത്? വേറെ ഒന്നുമില്ല. ഇത് ആ തോർത്തുണ്ട് തന്നെ അല്ലേ? ഇതിൻ്റെ നേരത്തെ കാണിച്ചതിൻ്റെ. പിന്നെ ഉള്ളത് പാൻറ് തുണിയാണുള്ളത്, പാൻറ് പീസ്. അപ്പൊ കോടി കളറും ഉണ്ട് മാത്രമേ മറ്റോടത്ത് സെറ്റും കൊണ്ടുണ്ട് അവിടെ. അത് ഡബിൾ മുണ്ടുകൾ. ഇത് ഒറ്റ മുണ്ടാണ്.
കോടി കളറുള്ളത് സിംഗിൾ അല്ല. സിംഗിളും ഉണ്ട് ഡബിളും ഉണ്ട്. അത് ജാസിയുടെ ഉണ്ട് ഒറ്റമുണ്ട്. നല്ല കൊണ്ടുള്ള